നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാഗാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കോട്ടന്റെ തുണി 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിൽ. ഇനി ഈ 2 പീസ് തുണിയുടെ ബാക്കിലായിട്ട് പേപ്പർ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 20 ഇഞ്ചും നീളം എടുത്തിട്ടുള്ളത് 17 ഇഞ്ചുമാണ്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് തുണി സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയുള്ള ഈ തുണി നമുക്ക് രണ്ടായിട്ട് മടക്കാം. ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇനി അടഞ്ഞ ഭാഗത്തുനിന്ന് മോൾ ഭാഗത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തുണി നിവർത്തി വെച്ച് കൊടുക്കാം. നല്ല ഭാഗം ബാക്കിലേക്കായിട്ടാണ് ഉള്ളത്. അടുത്തതായിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തായിട്ട് 6 ഇഞ്ചിൻ്റെ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ. ഇനി ലൈൻ മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതേ നീളത്തിൽ തന്നെ ഒരു ലൈനും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ രീതിക്ക് തന്നെ ഫ്രണ്ട് സൈഡിലും ലൈൻ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ 3 ലൈനുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 2 അറ്റങ്ങളും ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത ഈ തുണി ഇതിൻ്റെ നല്ല വശം ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്ക് സൈഡ് മാർക്ക് ചെയ്ത രീതിക്ക് തന്നെ ഫ്രണ്ട് സൈഡിലും മാർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ 6 ഇഞ്ചിൻ്റെ ലൈനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 16 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 8 ഇഞ്ചിലുമാണ്. ഇനി മെയിൻ തുണിയിൽ 6 ഇഞ്ചിൽ ലൈൻ മാർക്ക് ചെയ്ത ഭാഗത്തേക്കായിട്ട് ഈ ഒരു തുണിയുടെ ഒരറ്റം നമ്മൾ 1 ഇഞ്ച് മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ലൈൻ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലേക്കായിട്ട്. അതിനുശേഷം നമുക്ക് ഈ തുണിയുടെ 2 അറ്റത്തുമായിട്ട് മുകളിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഇതേ രീതിക്ക് തന്നെ താഴത്തെ ഭാഗത്തും പിൻ ചെയ്ത് കൊടുത്തു. ഇനി ഈ തുണിയുടെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം, സെൻറ്റർ ലൈൻ ഒഴികെ. ഇപ്പം മാർക്ക് ചെയ്ത രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ലൈൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗത കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയുടെ നല്ല വശം ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തൂടെ ആയിട്ട് ഈ പോക്കറ്റിൻ്റെ തുണി ഇതുപോലെ ബാക്കിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ. ഇനി തുണിയുടെ ബാക്ക് സൈഡിൽ നിന്നായിട്ട് ഹോളിന്റെ ഭാഗം ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രണ്ട് സൈഡിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് സിബ് വെച്ച് കൊടുക്കാം. സിബിൽ നമ്മൾ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിബ് നമ്മൾ ബാക്ക് സൈഡിൽ നിന്നായിട്ട് ഹോളിന്റെ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ തുണിയുടെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു തുണി സിബ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ മടക്കി വെക്കുക. എന്നിട്ട് അരികു ഭാഗത്തായിട്ട് നമ്മളിതാ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യാം. ഇനി നമ്മൾ 2 സൈഡ് ഭാഗത്തായിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്ന പോലെ 3 അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ലൈനിങ്ങിൻ്റെ തുണി 2 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കിൻ്റെ അതേ അളവിൽ തന്നെയാണ് ലൈനിങ് തുണി എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ട് ലൈനിങ് തുണിയുടെ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം മാർക്ക് ചെയ്യുന്ന പോലെ 4 അരികു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതേ രീതിക്ക് തന്നെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഒരു പീസും കൂടി ഉണ്ടല്ലോ, അതും നമ്മൾ ലൈനിങ് തുണിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ 2 പീസ് തുണിയും സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്യാം. 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. തുണിയുടെ ഉൾഭാഗത്തായിട്ട് ബാക്കിൽ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തുണി നമ്മളിതാ ഈ ഒരു രീതിക്കാണ് മടക്കിയെടുക്കുന്നത്. തുണിയുടെ 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മടക്കുക, വീണ്ടും ഒന്നും കൂടെ മടക്കിയെടുക്കുക. ഇനി തുറന്ന ഭാഗത്തു നിന്നായിട്ട് അരികു ഭാഗം ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഹാൻഡിലും ആ ഒരു രീതിക്ക് നമ്മൾ മടക്കി ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് 2 അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ 2 ഹാൻഡിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ 2 ഹാൻഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. ഇനി ഹാൻഡിലിൻ്റെ നീളവും വീതിയാണ് കാണിക്കുന്നത്. നീളം എടുത്തിട്ടുള്ളത് 29 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 1 ഇഞ്ചുമാണ്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം.
ഇനി ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ലൈനിങ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടുന്ന് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് അവിടുന്ന് രണ്ട് സൈഡിലേക്കും ആയിട്ട് 3 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഹാൻഡിൽ എടുത്തിട്ട് ഹാൻഡിൽ ഒരറ്റം 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഒരു സൈഡിലും അടുത്തൊരറ്റം അടുത്ത സൈഡിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഹാൻഡിൽ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു പീസിൽ നമ്മൾ ഹാൻഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ 2 പീസ് തുണിയും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭാഗം ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത്. ഇനി 2 തുണിയുടെ അരികു ഭാഗവും ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിക്ക് 2 സൈഡ് ഭാഗങ്ങളും താഴത്തെ ഭാഗവും ക്ലിപ്പ് ചെയ്യാം. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് 3 അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത 3 അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള 3 ഭാഗങ്ങളും നമുക്കൊന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് 3 പീസ് തുണികൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ അരികിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം അരികിലൂടെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് അടുത്തൊരു സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു രീതിക്ക് നമ്മളിതാ 3 അരികു ഭാഗവും കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ 2 കോർണർ ഭാഗത്തായിട്ട് 2x2 ഒരു ബോക്സ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നമ്മളിതാ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെ അടുത്ത കോർണർ ഭാഗത്തും മാർക്ക് ചെയ്യാം. ഇനി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ 2 സൈഡിൽ നിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോർണർ ഭാഗത്തു നിന്നായിട്ട് ഇതുപോലെ തുണി കയ്യിലേക്ക് പിടിക്കണം. ദാ ഈ ഒരു രീതിക്ക്. അതിനുശേഷം അരികിലൂടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്യുന്ന പോലെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ രീതിക്ക് തന്നെ അടുത്ത കോർണർ ഭാഗത്തു നിന്നും തുണി ഇതുപോലെ കയ്യിലേക്ക് പിടിക്കുക. അരികിലൂടെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്ക് ചെയ്യുന്ന പോലെ അവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം മാർക്ക് ചെയ്ത 2 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ 2 സൈഡിലും കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള സിബാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 19 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 3.5 ഇഞ്ചുമാണ്. അതുകൂടാതെ നമ്മൾ സിബും എടുത്തിട്ടുണ്ട്. സിബിൽ നമ്മൾ 2 റണ്ണറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു പീസ് തുണിയുടെ നല്ല വശത്തേക്കായിട്ട് അരികിലേക്കായിട്ട് സിബിൻ്റെ നല്ല വശം ദാ ഇങ്ങനെ അരികിലൂടെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് സിബിൻ്റെ മുകളിലേക്കായിട്ട് ലൈനിങ് തുണി അരികിലൂടെ വെച്ച് കൊടുക്കുക. ഇനി 3ൻ്റെ അരികു ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തുണിയുടെ അതേ അളവിൽ തന്നെയാണ് ലൈനിങ് തുണി എടുത്തിട്ടുള്ളത്. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു രീതിക്ക് ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ലൈനിങ് തുണി ഇങ്ങനെ ബാക്കിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇനി സിബ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തൂടെ മോൾ ഭാഗത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ലൈനിങ്ങിനായിട്ടുള്ള അടുത്ത പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികു ഭാഗത്തേക്കായിട്ട് സിബ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടുത്തൊരു അരികു ഭാഗത ഇങ്ങനെ ലൈനിങ് തുണിയുടെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇനി മെയിൻ ആയിട്ടുള്ള അടുത്ത പീസ് തുണി എടുത്തിട്ട് സിബിൻ്റെ അടുത്തൊരു അരികു ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സിബ് നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. 2 അരികു ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് മാർക്ക് ചെയ്യുന്ന പോലെ 2 സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ 2 സൈഡ് ഇതാ ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് പുറത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈൻ മാർക്ക് ചെയ്യാം. ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിലും മാർക്ക് ചെയ്യണം. ഇനി ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ള 2 ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ പുറത്തേക്കായിട്ടുള്ള തുണി നമുക്ക് 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കളയാം. ഇതുപോലെയാണ് ഉള്ളത്. ഇതിന് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ബാഗിനായിട്ടുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിതാ ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കുക.
എന്നിട്ട് സിബ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്കായിട്ടാണ് വേണ്ടത്. ഇനി സിബ് വെച്ച തുണിയുടെ ജോയിൻറ്റ് ഭാഗവും ബാഗിൻ്റെ 2 സൈഡിലെ ജോയിൻറ്റ് ഭാഗവും ഇതുപോലെ ചേർത്ത് വയ്ക്കുക. 2 സൈഡിലും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള അരികു ഭാഗവും നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇതിൻ്റെ അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഭാഗത സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സിബ് തുറന്നിട്ട് ബാഗ് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സിബ് വെച്ച തുണിയും ബാഗിൻ്റെ തുണിയും കൂടെ ജോയിൻറ്റ് ചെയ്തില്ലേ, ആ ഒരു ഭാഗത ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒന്ന് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ജോയിൻറ്റ് ഭാഗം മോൾ ഭാഗത്തൂടെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ റെഡിമെയ്ഡ് സ്റ്റൈലായിട്ടുള്ള ബാഗാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പുറത്തൊരു പോക്കറ്റ് വരുന്നതും അതുപോലെ വലിയൊരു പോക്കറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു രീതിക്കാണ് ബാഗ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാഗിന്റെ വീഡിയോ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം. ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.